Hi friends, welcome back to അപ്പൊ ഗൈസ് ഇതാ നമ്മളെ ഇസ്നമോളെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇസ്നമോളെ ബർത്ത്ഡേ ഇതാ അടിപൊളി അസർനട്ട് കേക്ക് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രല്ല ഇവക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇവിടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ വന്ന് ഡെക്കറേഷൻ ചെയ്യണം, അലങ്കരിക്കണം എന്ന്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരിക്കും പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ഇവരെ രണ്ടാളതും ബർത്ത്ഡേ കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നമ്മള് ഇതേപോലെ തന്നെ ഇവരൊക്കെ ബർത്ത്ഡേന്റെ കേക്ക്സ് എവിടുന്ന വാങ്ങുന്നതെന്ന് ചോദിച്ചിട്ട് നമുക്ക് കമന്റ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഉള്ള ഒരു ഇൻഫർമേഷൻ ആണ്, നമ്മളെല്ലാ കേക്ക്സും വാങ്ങാറ് നമ്മൾ ഇതാ കേക്ക് ക്ലബിൽ നിന്നാണ്, ചൊക്ലിയിലുള്ള കേക്ക് ക്ലബ് എന്നാണ് നമ്മൾ വാങ്ങല്. ഇവർക്ക് 3 സ്ഥലങ്ങളിലായിട്ട് ഔട്ട്ലെറ്റ് ഉണ്ട്. ഒന്ന് മാഹി, അയ്യൂര്, അതുപോലെ തന്നെ ചൊക്ലി നമ്മളെ ഗുരുകുലം UP സ്കൂളിന്റെ നേരെ ഫ്രണ്ടില്, അതേപോലെ കടവത്തൂര്. 3 സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊക്ലിയുള്ള ബ്രാഞ്ചിൽ നിന്നാണ് നമ്മള് കേക്കുകൾ വാങ്ങാറ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാം വെറൈറ്റി ആണ്. നമ്മളെ സയാമോന്റെ ബർത്ത്ഡേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേക്ക് ബബ്ലി ആയിരുന്നു അല്ലേ? അമ്രക്കുട്ടീന്റെ ബർത്ത്ഡേക്ക് ഓറിയോ കേക്ക് ആണ് കൂടുതലും ബബ്ലി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെ, അത് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന വേറെ സ്ഥലങ്ങൾ, വേറെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറി നമ്മൾ ഈ ഒരു കേക്ക് ക്ലബിലേക്ക് കേക്ക് വാങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഡിഫറൻറ്റും കാര്യങ്ങളൊക്കെ തോന്നിയത് കൊണ്ട് നമ്മള് ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ അവിടെ തന്നെയാണ് വാങ്ങാറ്. നമ്മള് വൈകുന്നേരം ഒരു 6 മണിക്കാണ് കേക്ക് ക്ലബിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. നല്ല മഴയായിരുന്നു, നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ 2 ദിവസമായിട്ട് നിൽക്കാതെ പെയ്യുന്ന മഴയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് കേക്ക് ക്ലബിലെത്തി. കേക്ക് ക്ലബിലേക്ക് ഇതാ ഈ 3 എണ്ണം പാനം കേറിയിട്ട് ഞാൻ രാവിലെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇവര് ഇങ്ങനെ നോക്കുകയാണ് ഏത് കേക്കാണ് ഓർഡർ ചെയ്യേണ്ടത്. എല്ലാ സെൽഫും ഇങ്ങനെ നോക്കിയിട്ട് ഇവര് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞതും ഇതേ കേക്ക് തന്നെയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരുപാട് വെറൈറ്റി കേക്ക്സ് ഇങ്ങനെ റെഡിയാക്കിയിട്ട് അവർ ഫ്രീസറിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. 4 ഫ്രീസറുകളിലായിട്ട് വെറൈറ്റി കേക്കുകൾ എന്ന് വെച്ചാൽ അതും വെയിറ്റ് ഡിഫറെന്റിലുണ്ട്. 1/2 കിലോന്റെ ഉണ്ട്, 1 കിലോന്റെ ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളെ ആവശ്യാനുസരം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആണോ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് മേക്ക് ചെയ്ത് തരുന്നതാണ്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കേക്ക്സും അവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, അവിടുന്ന് വാങ്ങിയിട്ടുള്ള കേക്ക്സിലുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഒരു വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു അവരുടെ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ അവിടുന്ന് തന്നെ കണ്ടിന്യൂ ആയിട്ട് വാങ്ങാനുള്ള കാരണം. സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ ഇവരെ കോൺടാക്ട് നമ്പറാണ്. ഇതിലൊത്ത് ചൊക്ലിയിലെ നമ്പറാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ വേറെ ബ്രാഞ്ചിൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇസ്ന നമ്മളെ കേക്ക് വന്നപ്പോൾ ഞെട്ടി. അവള് സെലക്ട് ചെയ്ത കേക്ക് ഉള്ളിന്ന് അവരെടുത്ത് വരുന്നില്ല. അപ്പൊ നമ്മൾ അവിടുന്ന് കേക്ക് വാങ്ങി തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഗുരുകുല സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഇതാണ് കേക്ക് ക്ലബ് എന്ന് പറയുന്ന ഈ ഔട്ട്ലെറ്റ്. അപ്പോൾ ആരും മറക്കണ്ട, എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസിന് നിങ്ങൾക്ക് കേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ അവരെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി കേക്ക് മുറിക്കല്ലേ? അപ്പോൾ മുറിച്ചോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മളെ കൂടെ ഇന്നൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്, സയാമോന്റെ ഫ്രണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് നമുക്ക് ഈ കേക്ക് മുറിക്കാം. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ Asia, happy birthday to you. Clap, clap, clap. Wow. അപ്പോൾ ഗൈസ്
നമ്മളെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇസ്ന ആസയ്ക്ക് വേണ്ടി ജീവ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത സ്പെഷ്യൽ ഇതാ വന്നിരിക്കുന്നത് മുട്ടമാല. മുട്ടമാല. ഇന്ന് ഇസ്നന്റെ സ്പെഷ്യൽ നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, മുട്ടമാല. ഓക്കെ, യെസ്. അപ്പൊ ഇസ്നക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങള് ഇന്ന് സ്പെഷ്യൽ ആക്കിയിട്ട് നമ്മള് ഡിന്നറിന് സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ഇത് കഴിച്ചായിട്ട് എന്നിട്ട് ഇനിയുണ്ട് ഗൈസ് നമ്മളെ ഈ ഇസ്ന കുട്ടിക്ക് ഗിഫ്റ്റ് എല്ലാം ഉണ്ട്. യെസ്, ജയാന്റെ ഗിഫ്റ്റ് ഉണ്ട്, പാപ്പന്റെ ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്ക, സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അങ്ങനെ ടാസ്ക് ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇവര് സെറ്റ് ആക്കിയ സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മളിത് കഴിച്ചിട്ട് എന്നിട്ട് കാണാല്ലേ? നമ്മളിതാ ചോറ് വേവിച്ച് കഴിഞ്ഞു. നമ്മുടെ സ്പെഷ്യൽ മുട്ടമാല ഫസ്റ്റ് നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞു. ഓ, അടുത്ത എന്റെ പൊന്നാര മോക്ക്. ഓക്കെ, ഇതിങ്ങനെ ഇത് ശരിക്കും പറയുന്നത് ഇതാ മുട്ടമാലന്റെ ഈ വൈറ്റും അതുപോലെ തന്നെ മാലയും എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കണം അല്ലേ അമ്ര? അല്ലേ? അതല്ലേ ടേസ്റ്റ്? അടിപൊളിയാണ്, സ്പെഷ്യൽ സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ തലശ്ശേരി മുട്ടമാല എന്നും പറയും അല്ലേ? അപ്പൊ ഇതിങ്ങനെ കഴിക്കട്ടെ. അങ്ങനെ രണ്ട് മഞ്ഞക്കിളികൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നുണ്ട്. അതിന് മഞ്ഞ മുട്ടമാല നമ്മളിങ്ങനെ തിന്നോണ്ടിരിക്കാണെങ്കിൽ. അപ്പൊ അപ്പൊ നമുക്ക് അടുത്ത ഗിഫ്റ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തോ സർപ്രൈസ് അമ്രിയാനും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ, ക്ലാപ്പ് 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 കൊടുക്ക്. എന്താ വോ, അത് പൊളിക്കണം. അതാണ് അടുത്ത ഇത്. അതിന് മുമ്പിട്ട് വേറൊരു സർപ്രൈസ്, ഓൾറെഡി സർപ്രൈസ് അല്ല, ഓക്ക് കൊടുത്ത ഗിഫ്റ്റ് നമുക്കൊന്ന് കാണാം. ജീമാന്റെ ഗിഫ്റ്റ്. യെസ്, ഇതാ സൈക്കിൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ഈ വർഷത്തെ എല്ലാരും ബർത്ത്ഡേക്കും നമ്മള് സൈക്കിളാണ് ഗിഫ്റ്റ് കൊടുത്തത്. ജയാമോനിക്കാണ് ഫസ്റ്റ് കിട്ടിയ അല്ലേ? ജയാമോന്റെ സൈക്കിള്. അതുപോലെ തന്നെ അമ്രക്കുട്ടിക്ക് സൈക്കിളാണ് ഗിഫ്റ്റ് കൊടുത്തത്. ആ അതെ അതെ, രണ്ടാമത്തെ കിട്ടിയത് ഓക്കാന്ന്. ഞാൻ മൂന്നാമത് കിട്ടിയത്. എന്താ വെച്ചാൽ ഓൾ ഡേറ്റ് കുറച്ച് ഒരു മാസം ഡിലേ ആയിപ്പോയി. അപ്പൊ അതെ 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 അതെ. അപ്പൊ ഗേസ് ഓക്കെ അടിപൊളി സൈക്കിള് കിട്ടി. ഒന്ന് ഓടിച്ചേ. ഓക്കെ അറിയാം ഓടിക്കുന്ന. ഓള് ഓൾറെഡി കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നോക്ക് ഗിഫ്റ്റ് ഇതേപോലെ തന്നെ കൊടുത്തേ. വേറെ സൈക്കിൾ ഉണ്ടായിരുന്നു. യെസ്. അപ്പൊ അതിനുശേഷം ഓക്കെ 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 അതെ അതെ അതെ. അപ്പൊ ഗേസ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ബർത്ത്ഡേ വിശേഷങ്ങള്. അപ്പൊ എങ്ങനെ ഹാപ്പി അല്ലേ? ബർത്ത്ഡേ അടിപൊളിയല്ലേ? കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി കേക്കാണ്. നല്ല ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെറ്റ്സിനെ കൊണ്ട് മംഗലപ്പുര. അപ്പോ നമ്മള് അവിടെയുള്ള ഏകദേശം ഒരു 4 വെറൈറ്റി കേക്ക് ഇപ്പൊ ഈ ഒരു 2 മാസത്തിനുള്ളിൽ നമ്മൾ ട്രൈ ചെയ്ത് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കയറി നോക്കുക. അവിടെ പോയിട്ട് ഒന്ന് നിങ്ങൾ ഇനി ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ആനിവേഴ്സറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കേക്കോ എന്തായാലും സാരില്ല. ഓണം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫേഴ്സ് എല്ലാം ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അവരെ കേക്ക് ക്ലബിനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാന്ന് ഇഷ്ടപ്പെട്ടാൽ
ഞാൻ ഒന്നും കൂടി അവരെ നമ്പർ ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്, റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഡിസ്ക്രിപ്ഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്പർ. ആവശ്യമുള്ള ആളുകൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം, ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് നമുക്ക് കമന്റ് രൂപത്തിൽ അറിയിക്കാം അല്ലേ? ഓക്കെ ഓക്കെ ബൈ. മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക്